നമ്മുടെ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് കുഞ്ഞിപ്പെണ്ണാണോ? അപ്പൊ ഞങ്ങള് കുഞ്ഞിപ്പെണ്ണ് ദുഃഖ വെള്ളിയാഴ്ച ആയിട്ട് മലയാറ്റൂര് പോയി വന്നതാണ്. ഇല്ലടാ, ഈ അച്ഛന് പ്രാതെന്ന് ദുഃഖ വെള്ളിയാഴ്ച ഇന്ന് പൂന്ന പറയണത്. പോയി അപ്പൊ ഇവര് ഇന്നൊരു ഇതിനൊക്കെ പോയിട്ട് വന്നാട്ടെ വന്നു. ഇവര് ഇപ്പൊ എത്തല്ലോ. അപ്പൊ ഞങ്ങൾ ഇവരേനെ കൊണ്ടുപോകാണ്ട് ഞങ്ങള് ഗുരുവായൂർ പോവാ. നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോകാണ്ട് പോയാ? നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോകാണ്ട് പോയാ? പറയണം. അമ്മാമ്മ അപ്പാപ്പേനെ കുമ്മായിനെ മാമിനെ കൊണ്ടുപോകാണ്ട് പോയാ? നമ്മൾ ഒരുമിച്ചല്ലേ പോവാറ്? ഇപ്പൊ പറയണം. കാത്തുമോള് പറയണം. അഞ്ചു പോയിന് അതെ. ഇന്നെന്ത് ദുഃഖമില്ലാച്ചേരി ചിരിയൊന്നില്ലേ? ദുഃഖമില്ലാച്ചേരി ചിരിക്കാണ്ടിരിക്കുന്ന കാര്യമൊന്നും ചേട്ടാ. ചിരിക്കാണ്ടിരിക്കുന്ന കാര്യമൊന്നും ചേട്ടാ. അതിന് കുണിക്കേറിക്ക് മേക്കപ്പ് തരാം. അങ്ങനെ എന്ത് പോലെ സ്വാമിജി കുട്ടിസ്വാമി 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 അപ്പുറം കുട്ടിസ്വാമി വീഡിയോ എടുക്കുമ്പോ നമ്മുടെ ശബ്ദം ക്ലിയർ ആവണ്ടേ? വേണം വേണം. അപ്പൊ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് നല്ലൊരു പണിയാണ്. ഇവരെ മേക്കപ്പ് ചെയ്യാന്ന് അച്ഛനും മക്കളെ നല്ലൊരു പണിയാണ്. കാത്തോ ഈ അപ്പാപ്പനെ എന്താ വേണ്ട നമ്മള്? കാത്തോ പഠിപ്പിച്ചിട്ട് മേനോട് മാനും കപ്പല് അങ്ങനെ അഞ്ഞാന്റെ മേക്കപ്പ് കഴിഞ്ഞു. നീ കുണിക്കോ? വേമ വേമ ചെയ്യണേ. കുഞ്ഞുമണിയേ താത്തുക്കുട്ടി 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 നോക്കി. ആ താത്തുമ്മ കത്തുമ്മ അമ്മമ്മ കാത്തുമ്മ മലയാറ്റൂപ്പള്ളി പുന്നാടനെ കാണുന്ന പൊന്നിൻ കുരിശ് മുത്തപ്പ പൊന്മല കയറ്റം കഠിനം 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 പൊന്നിൻ കുരിശ് മുത്തപ്പ പൊന്മല കയറ്റം കേട്ടാ. ചക്കമ്മക്ക് കുശുമ്പ കുട്ടിയോട് കുശുമ്പത്തി കുണുക്കഞ്ഞ് നീ മേക്കപ്പ് ചെയ്യണ്ട. അവർ രണ്ടാളും കഴിഞ്ഞു. കുടിക്കും കൂടിട്ടോ ചേർപ്പ് തൊടണെങ്കിൽ മുടിയുമ്പോ കളർ ചെയ്യണ്. ചേർപ്പ് തൊടാൻ പാടില്ല. മുടി കളർ ചെയ്യണം. അപ്പൊ എന്താ അടുത്തുണ്ടോ? ദൈവമേ, ഈ ഷോർട്സ് കാര്യങ്ങൾ കണ്ടിട്ടാ മുടി കളർ ചെയ്യണമെന്നുള്ള അക്രമങ്ങളാണ് ഇവിടെ ഓരോ കുട്ടിയോട് ചെയ്യുന്ന ഷോർട്സ് ഇട്ടിട്ട്. ഇപ്പൊ മുടി കളർ ചെയ്യണമെന്നിട്ട് തുള്ളിയിട്ട് കിടക്കണ്ട്. രണ്ട് ചീർപ്പിടക്ക് പോവാ നമുക്ക്. കാത്ത് ആമാമ മോളെവിടെ? മുത്തപ്പ ഭയങ്കര സാധനം. നീ ഉണ്ടാ? അമ്മമ്മയുടെ അപ്പാമ്മയുടെ കൂടെ ഉണ്ടാ? വിഷമുണ്ട് കേട്ടാ. വിഷമുണ്ട് ലോണിക്ക്. അടുത്ത പരിപാടി നമ്മള് കുണിക്കീരെ മുടി കെട്ടി കൊടുക്കാം. കുണിക്കീരെ മുടി നമ്മൾ കളർ ചെയ്യണം. എന്ത് കളർ ചെയ്യണം കുണിക്ക്? വൈറ്റാ? അത് കുറച്ച് കഴിഞ്ഞാൽ പ്രായം കഴിഞ്ഞ ഗ്രീൻ ഗ്രീൻ ബ്ലൂ മതി. ബ്ലൂ എടുത്താലോ? ബ്ലൂ ഓക്കെ. അപ്പൊ കുണിക്കിന് മുടി ഏതാനും നിമിഷങ്ങൾക്കുള്ളില് ബ്ലൂ കളർ ആവുന്നതാണ്. കുണുക്ക നീ ഏതാ കളറാ? റെഡ് ബംഗാളി. കഴിഞ്ഞു കളർ ചെയ്യുമ്പോ അവരിങ്ങനെയൊക്കെ ചെയ്യേ. നിങ്ങള് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടോ അവിടേക്ക്? ഓക്കെ ഓക്കെ
എവിടെ ഉണ്ടാവും പിന്നെ ലോക്കലാ അപ്പോൾ എത്രയാണാവോ ടോണിങ്ങിനൊക്കെ ഏകദേശം കളറിംഗ് ഒക്കെ ചെയ്യുമ്പോ എന്റെ സജഷൻ ടോണിങ്ങിനെ ഞാൻ എപ്പോഴും പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ അന്ന് ഹെയറിന് കളർ അടിച്ചതാ ബ്ലാക്ക്. അന്ന് മുടി വെട്ടിയപ്പോ പക്ക ഇത്. കാരണം നമ്മള് ഡൈ ചെയ്ത് കഴിഞ്ഞാ ഒരാഴ്ച 2 ആഴ്ച ഉള്ളത് പോണത്. ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം എന്റെ ഈ സൈഡ് ഒക്കെ നരയും ഫ്രണ്ട് ഒക്കെ നരയായിരുന്നു എനിക്ക്. റേറ്റ് ഉണ്ട്. എന്റെ ഇവിടെയാണ് ഇപ്പൊ പുതിയ മുടി വന്നപ്പോഴാണ് നര ഇവിടത്തേത് വന്നിട്ടുള്ളൂ. എന്റെ ഇവിടെ ഇപ്പൊ അറിയാൻ അതെന്താ വെച്ച് കഴിഞ്ഞാല് അന്ന് അവര് നമ്മളെ പോലെ കൊറേ ആവശ്യമൊന്നും എടുക്കില്ല. മെഷർമെന്റ് എടുത്ത് കണക്ക് വെച്ചിട്ട് അവര് എടുക്കുള്ളൂ. അവര് ത്രാസില് ആ ക്രീം ഇത്ര ഒഴിച്ചു മറ്റേത് ഇത്ര അങ്ങനെ കറക്റ്റ് ആക്കിയിട്ടേ ചെയ്യണുള്ളൂ. അല്ലാതെ വെറുതെ ഇതാക്കണൊന്നുമില്ല. ഇവർക്കൊക്കെ കുറച്ചല്ലേ വേണ്ടുള്ളൂ. ഇവർക്കൊക്കെ കുറച്ചല്ലേ ഹെയർ കളർ വരുന്നുള്ളൂ. ഞാൻ തൃശ്ശൂരാണോ? ഞാനൊക്കെ എനിക്ക് ഞാൻ തൃശ്ശൂര് വരെ സുഖമായിട്ട് നന്നായിട്ട് ഓടിച്ചു. എനിക്ക് പിന്നെ ഉറക്കം തുടങ്ങി. ഞാൻ ഞാൻ ഫോണിൽ നോക്കിയില്ല. എന്റെ കയ്യിൽ കാറ്റായിരുന്നു. പിന്നെ പിന്നെ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം റെഡി ആയില്ല. അപ്പൊ ഒല്ലൂരിയെ വീണ്ടും നിർത്തി റോഡിങ് കളിക്കാൻ. അവിടത്തേം കിട്ടില്ല ഇവിടത്തേക്ക് കിട്ടില്ല. റെഡി ആയിട്ട് ഞാനിപ്പോ ഏതാ അളവ് എടുക്കണ്ടേ? ഇതളവ് അപ്പൊ മോഡല് ഇപ്പൊ അന്നടിച്ചു തന്നെയല്ലേ മോഡല്. ഓറഞ്ചില് അതിന്റെ മോഡൽ അതല്ല പൊന്നിന്റെ മഞ്ഞ അപ്പം വരില്ല. ഓറഞ്ച് അതൊരു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോന്നു. എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല. കുണിക്ക് ഞാന് അനിയേട്ടൻ നമ്മുടെ കുണിക്കൻ മുണ്ട് ഉടുത്തിക്കാണ് മുണ്ട് കാണില്ല. അമ്മയുടെ ആ കുട്ടി മുണ്ടൊക്കെ എടുത്തിട്ട് അടച്ചുള്ളനാണ്. ഹായ് പറഞ്ഞ നമ്മളെന്തിനോട് നിർത്തിക്കണെന്ന് പറഞ്ഞ കൈമ്പ് ജ്യൂസ് കുടിക്കാനാണ് ഞങ്ങളിവിടെ നിർത്തിക്കണത്. അപ്പൊ ജ്യൂസ് വരുന്നു വിചാരിക്കാം. എന്റെ മുടിയും കളർ ചെയ്യാനായിട്ട് നരച്ചിക്കണു. എന്റെ മുടി പ്രായമോ അച്ഛന്റെ മുടി നരച്ച അച്ഛന്റെ വേഗാറായിട്ട് മുന്നേ അമ്മയുടെ മുടി നരച്ചാറില്ല. അച്ഛന്റെ മുടി നരക്കട കാവടിയാണ്. പുല്ല് വെട്ടണ മെഷീൻ കൊണ്ടുവരുന്നത് കാവടിയുണ്ട് കാവടിയുണ്ട് കാവടി കാവടി
എവിടെ നിൽക്കാ അവിടെ ഇനി അമ്പത്തില് കടക്കേ പോവോ പറയാൻ പറ്റില്ല. അവിടെ പരിപാടികൾ തുടങ്ങിയില്ല. ഇന്നൊക്കെ ഉണ്ടാവും ചിലപ്പോ എന്തേലും ഇന്നുണ്ടോ കൊടുക്കണ്ടേ 120. ഓക്കെ പോണോ ചാർജ് കുത്തിക്കണോ കൊടുത്തിട്ടില്ലേ? തുടക്കം ഇടാലോ. തുടക്കം അല്ല ചേട്ടാ സൂപ്പറാണ്. അതിലിപ്പോ കുറച്ച് രണ്ടാ കുറിച്ചു എന്റെ കഴിഞ്ഞു എന്റെ ഭയങ്കര ഇഷ്ടാ. നമുക്കിപ്പോ ഇഷ്ടായി ഞങ്ങള് കഴിച്ച ഞങ്ങള് ഈ പ്രായത്തില് ഇതിപ്പോ ഒരു 2 മാസമായിട്ട് ഞാൻ ഈ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം. എൻ്റെ ജീവിതത്തിൽ ഞാൻ കുടിക്കാത്ത സാധനമാണ് കരിമ്പ് ജ്യൂസ്. പക്ഷെ എബി 1-2 പ്രാവശ്യം പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ പൊന്നും അവർ കുടിക്കും. അപ്പോൾ ഒരു വായി ഞാൻ കുടിക്കും. ഞാൻ ഓരോ വായി ഞാൻ അവരുടെ മേടിച്ച് കുടിച്ചായിരുന്നു. ഇപ്പോൾ അല്ല നമ്മൾ ഈ കോളിങ് കാരനൊക്കെ മേടിച്ചു കൊടുക്കുന്നതൊക്കെ എന്തുകൊണ്ട് നല്ലതാണ് അല്ലേ? പിന്നെ സർവത്തൊക്കെ വെള്ളം എടുത്തത് ഇല്ല, വേറെ മതല്ല നമുക്ക് മതി. മതി തുള്ളിക്ക് തുള്ളി എനിക്ക് ഒരെണ്ണം എടുത്തു. ഇന്നത്തെ ചേട്ടാ അങ്ങനെ അച്ഛൻ ലോട്ടറി അടിക്കുകയാണ്. ഇനിയും അച്ഛൻ്റെ പ്രതീക്ഷകൾ ബാക്കി ജീവിതത്തിനോട് മുന്നോട്ടുള്ള. കാശുകാരനാവാനല്ല കടം വീട്ടാനാ. കാശുകാരനാവാനുള്ള മോഹമില്ല. കുറച്ച് പ്രശ്നങ്ങളും കാര്യമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. പിന്നെ ചികിത്സ എന്ന് പറഞ്ഞാൽ മാസം 50,000 എടുത്തേക്കണം. തരാം. ചക്കം തോച്ചു ഞാൻ ഫസ്റ്റ് അച്ഛനും ചക്കം തോച്ചു. ചക്കമത്ത് വച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഇനി നേരെ നമ്മള് ഗുരുവായൂരല്ലേ. അതിനിടയിൽ ഒരു ചായ കിട്ടും. ഞങ്ങൾ ചായ കുടിക്കട്ടോ. വേറെ ഓ ബിരിയാണി വരുന്നേക്കാൾ മുന്നേ ടേസ്റ്റ് അറിഞ്ഞ
ബിരിയാണി വന്നു. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരൊക്കെ പോയി വന്നു. കുറച്ച് നേരം ഭയങ്കര ചൂട്, തീരെ വൈകി ഗുരുവായൂർ പോയി വന്നപ്പോഴേക്കും ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. പിന്നെ ജസ്റ്റ് ഞങ്ങൾ കിടന്ന് തുടങ്ങി വേറെ 2 ദിവസത്തിൽ പോകാണ്ടായിരുന്നു. അവിടെ പോയി വന്നപ്പോഴേക്കും തലവേദന. നമുക്ക് ചെല്ലാൻ വന്നിട്ടല്ല, ഭയങ്കര ചൂട്. തരി തണുത്ത കാറ്റ് കിട്ടിയത് പ്രതീക്ഷിച്ചാണ് തുറക്കണം. വലിയ കാര്യത്തിലൊന്നും ഇല്ല. അങ്ങനെ ഞാൻ ഉറങ്ങി വെച്ചു. നോക്കിയപ്പോൾ ഇവിടെ പിള്ളേർ തരി ബിരിയാണി മേടിച്ചിരുന്നു. പിള്ളേർ അവർക്ക് തന്നെ മേടിച്ച 2 ബിരിയാണി കേട്ടോ. 2 ബിരിയാണി പൊന്നും കുഞ്ഞിനും ഷെബിനും കഴിച്ചിട്ട് ബാക്കി. അപ്പോൾ ആ തരി ഞാൻ അടുത്ത് കഴിച്ചു. ഭയങ്കര വിശപ്പ്. എന്താ എനിക്ക് തരാണ്ട് കഴിക്കുന്നത്? വേണ്ട, ഉണങ്ങിയില്ലേ? തണുപ്പല്ലേ? ഞാൻ നീരാന്ന് വെച്ചിട്ടുണ്ടോ? ഒരാൾക്ക് അമ്മയുടെ അടുത്ത് പോണം. നടക്കണ ബുദ്ധിയായിരുന്നു. രാവിലെ പുട്ടും കടല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടല വേവിച്ച് വെച്ച് പോയിട്ടുണ്ട്. രാത്രി പുട്ടും കടല ഉണ്ടാക്കാൻ വെച്ച് പോരെ ഉണ്ടാക്കി വെച്ചിട്ട് പോയില്ലേ. പിന്നെ അത് നേരാൻ പാടും. മീൻകറി ആവശ്യമുള്ള മീൻകറി, പുട്ടും മീൻകറി. നമുക്കിത് കുത്തി അയച്ചതാ വെള്ളം ഇട്ടിട്ട് എളുപ്പല്ലേ? വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടിയിട്ട് ഓരോ നാളെ നമ്മളങ്ങനെ കുത്തി അയച്ചത് അല്ലേ? പത്തിരി തിന്നാ ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? ഇന്നലെ ഉണ്ടാക്കിയിട്ട് പാക്കേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ പുട്ടും കടലും ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ വറുത്തരച്ചുണ്ടാക്കില്ല, അത് ഞാൻ കൂടുതലും എൻ്റെ വീട്ടിൽ വന്ന് ചേട്ടാ കഴിച്ചു കൊടുക്കില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വറുത്തരച്ച് വെക്കും. പക്ഷെ കൂടുതൽ വെക്കുക കുത്തി കാഴ്ച ചെയ്യുക. കടല കുത്തി കാഴ്ച, ചുവന്നുള്ളി വെളുത്തുള്ളി കുത്തിയ മിളകും പൊടിയും ഒക്കെ കുത്തി ഇങ്ങനെ ചുവന്ന കടല ചാറ് ഭയങ്കര രസമാണ്. ചാറ് ഇങ്ങനെ പുട്ടിൽ വെച്ചിട്ട് കുതിർത്തി ഇങ്ങനെ പപ്പടം കൂട്ടി വയ്ക്കാൻ ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കലുണ്ട്. ഇപ്പോൾ കുറേ ആയി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നല്ലൊരു പൂതി തോന്നി കേട്ടോ. അതിനെന്തായാലും പുട്ടും കടലക്കറി ഉണ്ടാക്കണം. ഇന്നലെ മിഞ്ഞാന്ന് രാത്രി പുട്ടുണ്ടാക്കി എൻ്റെ പുട്ടും പൊടി ബാക്കിയില്ല. അപ്പോൾ അതിൽ തന്നെ ജസ്റ്റ് ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ കടല കാച്ചാട്ടുണ്ട്. കടലൊക്കെ രാവിലെ വേവിച്ച് വെച്ച് തന്നാലും 2 വിസിലടുപ്പിച്ച് ചൂടാണ്. ഇന്നലെ കാച്ചുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നു. ഇപ്പം ഞാൻ 2 വിസിലടുപ്പിച്ചിട്ടാ. കടല പിന്നെ ഞാൻ വെന്തരിഞ്ഞ് പോകാൻ
അമ്മ ഞാൻ തനി വെള്ളം എടുക്കും. അപ്പൊ ഇതിലെന്തിട്ടുള്ള കറിവേപ്പിലും ചുവന്നുള്ളിലും വെളുത്തുള്ളി ആട്ടോ ഇതിലുള്ളത്. അതെ അത് അത് നന്നായി ഒന്ന് മൊഴിയണം കേട്ടോ. നന്നായി അതിൻ്റെ വാടണം. നമ്മളൊക്കെ എത്രയൊക്കെ ഇതായാലും നമ്മൾ കുട്ടിക്കാലത്ത് കഴിച്ച കറികളുടെ ടേസ്റ്റ് അമ്മമാരുടെ അത് വേറെ ലെവലല്ലേ അല്ല? ചിലതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ ഈ കറിയും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു വെള്ളയപ്പുണ്ട്. ഈസ്റ്റ് കണ്ട് അപ്പസോടിട്ട് നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കാം. അതായത് തലേദിവസം അരി 2 ഗ്ലാസ് കുറച്ച് ഉഴുന്ന് ഒക്കെ ഇട്ടേക്കും. എന്നിട്ട് രാത്രി ആകുമ്പം ഉലുവിട്ടേക്കും വെള്ളത്തിൽ. അരി പച്ചരി ഉഴുന്ന് ഉലുവ വെള്ളത്തിലിട്ടിട്ട് രാത്രി ആകുമ്പോൾ ചോറും നാളികേരും ഇതെല്ലാം കൂടി അരച്ച് വെക്കും. എന്നിട്ട് അരിക്ക് പഞ്ചസാര ഉപ്പിടും. രാവിലെ വെച്ചിട്ടുണ്ടാക്കും. ആ വെള്ളയപ്പത്തിൻ്റെ ഒരു മണവും ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ ഉണ്ടാക്കാൻ ചേർത്താ. രാവിലെ വെച്ചിട്ടുണ്ട് വെള്ളയപ്പത്തിന്. എന്നാലും റെഡിയാവും. അത് ഇഡ്ലിക്ക് ഉണ്ടാവില്ല, രാവിലെ കുതിരാറുണ്ടോ. അപ്പൊ ഏകദേശം നമ്മളെ ഇതൊക്കെ മൂത്ത് കഴിഞ്ഞില്ല കേട്ടാ. ഇപ്പൊ ചേട്ടാ കുത്തിയ മുളക് കാട്ടുന്നത് കുറച്ച് കുറച്ച് കൂടുതലായിട്ട് പക്കുന്നുണ്ടാണ്. കുത്തിമുളക് മുരിഞ്ഞ് എല്ലാം കൂടിയിട്ട് നമുക്ക് കുറച്ച് കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. മറ്റേതാകുമ്പോൾ എരി കൂടും. കുറച്ച് കാശ്മീർ ചില്ലി പൗഡർ ആകുമ്പോൾ ഇതിലേക്ക് ഒരു തരി തിക്നെസ്സും കിട്ടും. ഒരു തുണ്ട് നമ്മൾ വീട്ടിൽ പഠിപ്പിച്ച മുളക് കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഏകദേശം നമ്മൾ മൂത്ത് കഴിഞ്ഞു കേട്ടോ. ഉണ്ടാവുള്ളൂ പീനട്സൊക്കെയാണല്ലോ. അല്ലെങ്കിൽ നോക്കി വെക്കാം. അല്ലെങ്കിൽ പിന്നെ നാളെ വെച്ച് വെക്കാം. വയർമിക്കാൻ തിളച്ച വെള്ളം ഒന്ന് ചാടി ഒന്ന് നീറ്റ് അടുത്തോളൂ. ഇതിൽ കുറച്ച് വെള്ളം വേണം. വിളക്ക് പോത്ത് ഇതൊന്ന് തിളച്ചിട്ട് ഒന്ന് കുറുകണം കേട്ടോ. അല്ലാണ്ട് കുറുകില്ല. എന്താ വെച്ചാൽ വേറെ മല്ലിപ്പൊടിയോ കറി മസാലപ്പൊടി ഒന്നുമില്ല, ഒരു മുളകിൻ ചാറ് കേട്ടോ. അതൊന്നത് മുളകൊക്കെ നന്നായി ഒന്ന് കുതിരട്ടെ വെച്ചിട്ടാ. അപ്പോഴേക്കും നമുക്ക് കുട്ടിനുള്ള വെള്ളം വെക്കാം. ഇതിൽ തരുവണം തരുവിക്ക് കുടിക്കാൻ. ഇവിടെ ഇരിക്കുമ്പോൾ ചൂട് സമയത്ത് എത്ര വെള്ളം കുടിച്ചാലും മതിയ വലിയ പോകും. അന്നേട്ടാ അന്നേട്ടുണ്ടോ? അന്നേട്ടിൻ്റെ അമ്മ ഉണ്ടാക്കണേ എന്നെ ഏറ്റവും ഇഷ്ടമായതാ. കറിയൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് നമുക്ക് കറിയോട് അത് എവിടെ ഉണ്ടായത് നമുക്ക് നമ്മളെ കുട്ടിക്കാലം നമ്മൾ ഓർത്ത് കൊണ്ടൊരു കറികളുണ്ടല്ലോ. അതന്നെ ഇപ്പൊ വലിയ കറിയല്ലല്ലോ. അപ്പൊ ഞാൻ എനിക്ക് ഇതിന്റെ അമ്മയുടെ കളർ കുത്തി വെക്കുന്നതാണ്. അതൊന്നും നിസ്സാരാ. ആ നിസ്സാരത്തിനും ഒരു ടേസ്റ്റ് ഉണ്ട്. കൈ കൈക്കൊണ്ട് വിളിച്ചിരിക്കുന്നു. എന്റെ അമ്മ ഈ പറഞ്ഞ ഈ മക്കളെയും എല്ലാവരും സഹിച്ച് ഓടിപ്പടിഞ്ഞ്. അന്നത്തെ കാലത്ത് കുക്കറില്ല.
ഗ്യാസ് സ്റ്റവ് ഇല്ല. എല്ലാരും നേരത്തെ കിട്ടേണ്ട ആൾക്കാർ ഫുഡ് കൂടിയ മക്കള് അച്ഛനായാലും നന്നായി കഴിക്കണ നന്നായി കഴിക്കുകയും നേരത്തെ കിട്ടണം. 7-8 ചായയുടെ കടി വേണം. ആ ചായയുടെ കടിയിൽ ചായ വേണം. 8:15 ആകുമ്പോഴേക്കും 8:30 ആകുമ്പോഴേക്കും നമ്മള് പിന്നെ കോളേജിൽ പോവല്ലേ, അപ്പോഴേക്കും മുതിരപ്പേരി ഉണ്ടാവണം, ഒരു മുട്ട ചിലപ്പോ ഉണ്ടാവും. അപ്പൊ അത് ചിലപ്പോ കുക്കറൊന്നും ഭയങ്കര പണിയുണ്ടോ. അപ്പൊ ചിലപ്പോ പണ്ടത്തെ അമ്മമാരൊക്കെ തലേ ദിവസത്തെ ആ കണ്ണലടുപ്പത്ത് ഇട്ട് കിടക്കുക ചെയ്യാം. രാവിലെ ചൊന്നുകൂടെ ഒന്ന് വേവിച്ചിട്ട് അങ്ങനെയാണ്. ഇവിടത്തെ അമ്മയ്ക്ക് അതിന് നേരം ഉണ്ടായിട്ട് കോളേജിൽ പോണ സമയത്ത് അമ്മ കഷ്ടപ്പെട്ടിട്ട് തുറന്നേക്കും. ആ പാത്രം തുറക്കുമ്പോ ഉണ്ടല്ലോ, ഓ എന്താ മണം. ഇപ്പോഴത്തെ മുതലിക്കുന്ന മണല്ല. അതങ്ങനെ ഞാൻ പറഞ്ഞു, നമ്മള് വലിയ വിഭവങ്ങളല്ല. എനിക്ക് പനിയായിട്ട് അമ്മയുടെ ആ തറവാട് എന്നൊക്കെ പറയുമ്പോ എന്റെ മനസ്സിലോടി എത്തുന്ന ഒരു കാര്യം കേട്ടോ, അമ്മ ഉണ്ടാക്കണ ചമ്മന്തി. അത് എന്റെ ലൈഫിൽ ഞാൻ ഈ ഒരു പ്രായത്തില് അത്രയും ടേസ്റ്റ് ചമ്മന്തി ഞാൻ കഴിച്ചിട്ടില്ല. അത് അതങ്ങനെ ഞാൻ പറഞ്ഞ അത് അമ്മ ഇങ്ങനെ നമ്മുടെ അലുമിനിയത്തിന്റെ കയ്യിലില്ലേ, അതിന്റെ കണ്ണുകൊണ്ട് പ്ലേറ്റില് 3-5 ചീനമുളക് ഇടും, തരിമലമ്പുളി ഇടും, ചുവന്നുള്ളി ഇടും, പുളി ഇടും, കല്ലുപ്പിടും. എന്നിട്ട് ഇങ്ങനെ ഞരങ്ങണ ശബ്ദം കേൾക്കാം. എന്നിട്ട് ഇങ്ങനെ ഞരടും. വെളിച്ചെണ്ണ പിന്നെ വന്നത് അത് കൂടുതലും വീട്ടില് ആട്ടിയതിന് വെളിച്ചെണ്ണ അത് കൂടുതലും ഞരടും. ആ ചമ്മന്തി ഉണ്ടല്ലോ, വെറുതെ പറയട്ടെ, ഒരു തരി ഉണ്ടെങ്കിൽ നമുക്കൊരു വയറ് നിറയെ ചോറ്. അതാലോചിക്കുമ്പോ എനിക്ക് ആ ചമ്മന്തി ഭയങ്കരമായിട്ട് നമ്മള് അത് ഞാൻ പറഞ്ഞ ആ സമയത്ത് ആരും ഷീപ്പെടുത്തി പറഞ്ഞു ചമ്മന്തി എല്ലാവർക്കും ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ, അത് ലൈഫിൽ ഇനി ജീവിതത്തിൽ കഴിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ട്. അത്രയും ടേസ്റ്റ്. ഞാൻ കുണക്കനെ കയറുമ്പോണ്ടായിരിക്കുമ്പോൾ, പൊന്നിനെ കയറുമ്പോണ്ടായിരിക്കുമ്പോൾ, കുഞ്ഞനെ കയറുമ്പോണ്ടായിരിക്കുമ്പോൾ, ഇതൊക്കെ ഇവരൊക്കെ കയറുമ്പോണ്ടായിരിക്കുമ്പോൾ ഞാൻ കൂടുതലും ആഗ്രഹിച്ചത് അമ്മ ഉണ്ടാക്കണ ചമ്മന്തി. അപ്പം ഞാൻ എൻ്റെ വീട്ടിലല്ല, അപ്പം ഞാൻ അമ്മ ഉണ്ടാക്കണ ചമ്മന്തി. അപ്പം എൻ്റെ അമ്മ നീ എന്ന് അവിടെ പോയി. അത് അങ്ങനെ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന സ്ഥലവും ബിരിയാണിയോ മന്തിയോ അതല്ല, അങ്ങനെയല്ല. ചിലപ്പോൾ പറയുമ്പോ നമുക്ക് ചെറിയ മുതിരിപ്പിൽ അങ്ങനെ അയച്ചിട്ടില്ല. പക്ഷെ അതിന് ഞാൻ പറഞ്ഞു എൻ്റെ സ്കൂൾ കാലത്ത് കേട്ടതിൽ ഞാൻ പോകുമ്പോൾ സ്കൂൾ വണ്ടിയിൽ കയറുമ്പോൾ എൻ്റെ ചോറ്റും പാത്രത്തിൽ കൂടുതലുണ്ടാവുക വെള്ളയപ്പം കടലക്കറി കേട്ടോ. കൂടുതൽ ഭക്ഷണം അമ്മ ഉണ്ടാക്കി ഇങ്ങനെ കുത്തി കഴിച്ച് കടലക്കറിയും. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന വെള്ളയപ്പം അതിനൊരു ഈസ്റ്റിൻ്റെ വെള്ളയപ്പത്തിൻ്റെ മണമല്ല. ഈസ്റ്റിൻ്റെ വെള്ളയപ്പത്തിൻ്റെ മണം എന്ന് പറഞ്ഞാൽ ഒരു പുളിച്ച മണമല്ല വരിക. പക്ഷെ ആ മണമല്ല നമ്മൾ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന വെള്ളയപ്പത്തിന്. ആ വെള്ളയപ്പത്തിന് ആ വണ്ടിയിൽ കയറുമ്പോഴേക്കും ആ വണ്ടി ഫുള്ളും സത്യം ഈ വെള്ളയപ്പത്തിന് ഈ വെള്ളയപ്പത്തിന് കടലക്കറിയുടെ മണമായിരിക്കും. സ്കൂളിൽ പോയാൽ എൻ്റെ ബേഗിന് തുറക്കുമ്പോഴേക്കും ഇങ്ങനെ ആ കടലക്കറിയുടെ വെള്ളയപ്പത്തിന് മണമായിരിക്കും. അതുള്ള ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്കത് ഒരു 100-99% മിക്ക ദിവസം അമ്മ ഉണ്ടാക്കിയത് ആ വെള്ളയപ്പം കടലക്കറി ഇരിക്കട്ടോ. അത് ലൈഫിലും ഞാൻ ഉണ്ടാക്കി നോക്കാം. നമുക്ക് നാളെ മറ്റന്നായിട്ട് ആ വെള്ളയപ്പം ഉണ്ടാക്കി നോക്കാം. പക്ഷേ നമ്മൾ എത്ര ഉണ്ടാക്കിയാലും ആ ഒരു കൈപ്പുണ്യത്തിന് മുന്നിൽ നമുക്ക് എവിടേക്ക് വരും. അതെന്നല്ലേ, അത് ഓരോ കൈപ്പുണ്യങ്ങളാണ്. അത് നമ്മൾ തന്നെ എന്ത് ചെയ്താലും നമുക്ക് കിട്ടിയോളന്നില്ല. അതുപോലെ അമ്മ ഉണ്ടാക്കുന്ന ഓരോ കറിക്കും അതിൻ്റെതായ ടേസ്റ്റാണ്. ചില ദിവസമൊക്കെ നമുക്ക് നഷ്ടബോധങ്ങളിലെ തീർച്ചയായും ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് ഇന്ന് ഈ പണിയെടുക്കുമ്പോൾ നമുക്ക് വൈകില്ല. കുക്കറുണ്ട്, സൗകര്യങ്ങൾ, ഗ്യാസ് അടുപ്പ്, പുക കൊള്ളണ്ട, ഒന്നും വേണ്ട. അന്നത്തെ കാലത്ത് അമ്മമാരെ, അതായത് അതിനേട്ടൻ്റെ അമ്മയുടെ കാലഘട്ടത്തിലുള്ള അമ്മമാരെ ഞങ്ങളുടെ മോന് 6 വയസ്സാണ്. പണിക്ക് പോകാന്ന് പറയുമ്പോൾ ആലോചിക്കും. നമ്മളിപ്പോഴും പുൽക്കാന്ന് കൊഞ്ചിച്ച് നടക്കുക. അമ്മ 9 വയസ്സിലോട്ട് വീട്ടില് എന്താ വെച്ചാൽ അമ്മ ഇപ്പം നാളെ പറഞ്ഞു കൊല്ലത്തില് അമ്മ പ്രസവിച്ചെടുക്കായിരിക്കും. അമ്മമാരെ ഓരോ മറ്റുകൊണ്ട് പറഞ്ഞു ഷേപ്പിലുള്ളപ്പോഴാണ് വന്നത്. അതായത് ഒരു കൊല്ലം കുടുംബത്തിനെ പ്രസവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അച്ചാച്ചന് കൂലിപ്പണിയാണ്. പിന്നെ ആ അച്ചാച്ചൻ്റെ കാശിന് മാത്രം ഇത്രയും ആൾക്കാർക്ക് ചെയ്യാം. അപ്പോൾ അമ്മ 9 വയസ്സിന് മൂത്ത മോളല്ലേ,
അമ്മാൻ്റെ പണിക്ക് പോയി തുടങ്ങി എന്നാണ് പറയണത് കേട്ടോ. പിന്നെ ലൈഫിൽ സുഖം എന്താ പറയാത്തൊരു അമ്മ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാലൊക്കെ ലൈഫിൽ ഒരുപാട് സുഖങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ അച്ഛനുള്ള കാശുള്ള സമയത്ത് വീട്ടിൽ പണിക്ക് ആളും കാര്യങ്ങളും ഒക്കെ വെച്ച് സുഖമാണ് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ആയുസ് കൊടുത്തില്ല. നമ്മുടെ കണ്ണാട ഞങ്ങളുടെ വണ്ടിയില്ല, അത് കൊണ്ടുപോകണം. പേപ്പർ വായിക്കാൻ പറ്റില്ല എന്നാണ് വിഷമം. എന്നാലും നല്ല ഇപ്പോഴും പേപ്പർ അരിച്ച് പറക്കി വായിക്കാന്ന് പറയുമ്പോൾ അതും ഭയങ്കര കംപ്ലീറ്റ് എല്ലാ മക്കൾക്കും നാട്ടിലെ ഫുൾ ഡീറ്റെയിൽ കൊടുക്കുന്നത് അമ്മേട്ട്. അത് ഞാൻ വിളിക്കുമ്പോൾ പ്രത്യേക ന്യൂസിൽ ഒക്കെ റേഷൻ കടയിൽ വല്ല മാറ്റങ്ങൾ വന്നാൽ എന്ത് വന്നാലും മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞു അതൊക്കെ ഞങ്ങളെത്തൊക്കെ അമ്മയാണ് കേട്ടോ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അമ്മയുടെ അടുത്ത് അമ്മ പറഞ്ഞു എനിക്ക് ഉണ്ടായി ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ കാർത്തൊക്കെ എന്ന് പറഞ്ഞാൽ പൊന്നും ഷെഡിനും ഇനിയിപ്പോൾ 2-3 ദിവസം കൂടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ ഫ്ലാറ്റിലേക്ക് പോകണം. അപ്പോൾ അവർ സാധനം കൊണ്ടുവരണം. അതേപോലെ ആ ചേച്ചിയില്ലേ കാർത്തൂര് വളം വളർത്തയച്ച ചേച്ചിയില്ല. ആ ചേച്ചി വീണ്ടും കുഞ്ഞിന് ഷെഡിൻ്റെ വാഷിംഗ് മെഷീനും മിക്സിയും ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ അതുപോലെ ഒന്നും മെഷീന്മാരുണ്ടാവില്ല കേട്ടോ അല്ലേ. ഓരോരുത്തരോടുള്ള ഇഷ്ടമായിരിക്കുമല്ലേ ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ നമുക്കറിയില്ല ഇങ്ങനെ ഒരു ആൾക്കാർ ലോകത്തുണ്ടാവും അങ്ങനെ അറിയില്ല. ചില നേരം നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ വിശൽപ്പനൊക്കെ ഈ ചൂട് സമയത്ത് പണിയെടുക്കാൻ എളുപ്പമുള്ള കാര്യമില്ല. എന്ന് വെച്ചാൽ അത് ഞാൻ പിട്ടുണ്ടാക്കി വെച്ചിട്ട് പോണത്. പിട്ടുണ്ടാക്കി വെച്ച് പോയാൽ പിന്നെ അമ്മേനെ അടുത്ത് വരുമ്പോൾ നേരം വരും. പിന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വിശക്കുന്നവർക്ക് അങ്ങനെ കഴിക്കുകയും ചെയ്യാം. കടല വലിയ ഇഷ്ടമില്ലാത്തവരുണ്ട് ഇവിടെ. അപ്പം മീൻകറി ഉണ്ട്. മീൻകറി പപ്പടം നല്ല മാങ്ങച്ചാറുണ്ട്. മാങ്ങച്ചാറും മീൻകറിയും പപ്പടം കിട്ടും നല്ല ടേസ്റ്റാണ്. മാങ്ങച്ചാറും പപ്പടം രസമാണ്. മാങ്ങച്ചാറും കടലക്കറി മാങ്ങയുടെ ടേസ്റ്റ് ആണോ? അല്ല അതങ്ങനല്ല. കൈപ്പുണ്യെന്ന് പറയണത് അത് വേറെ അതെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴെന്നെ അറിയാലോ. പിന്നെ പലരുടെ വീട്ടിൽ പല ടേസ്റ്റുകളാണ്. അതാണ് എൻ്റെ മെയിൻ. നമ്മൾ എന്തൊക്കെ മോഡലുകൾ ഉണ്ടാക്കിയാലും എന്തൊക്കെ ഭയങ്കര നമ്മളല്ലേ ലോകത്തെ ഏറ്റവും വലിയ ഷെഫിൻ്റെ ഫുഡ് മേടിച്ച് കഴിച്ചാലും ഏതൊക്കെ ലോകത്തിൻ്റെ ഏറ്റവും വിലയുള്ള ഫുഡ് മേടിച്ച് കഴിച്ചാലും നമ്മുടെ വീട്ടിലെത്തുമ്പോൾ ഉണ്ടാവുന്ന ചമ്മന്തി ചോറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അത് വേറെ അത് കാശ് കൊടുക്കാൻ കിട്ടില്ല. നമ്മൾ എത്ര കാശ് കൊടുത്തോ ഏതൊക്കെ ലോകത്തിൽ എല്ലാവർക്കും പറ്റിയെന്നില്ല. നമ്മുടെ അവനവൻ്റെ വീട്ടില് ഇപ്പൊ എനിക്കറിയാം. എനിക്ക് ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ. അമ്മ ഉണ്ടാക്കുന്ന കൂർക്കുപ്പേരി, അയിലക്കറി, അങ്ങനെ അമ്മ ഉണ്ടാക്കുന്ന രസം, അമ്മയുടെ സാമ്പാർ, അമ്മ ഉണ്ടാക്കുന്ന പരിപ്പ് കറി, ഇതൊക്കെ ഭയങ്കര. ഒരു കാര്യം കൂടി കേട്ടോ, അന്നത്തെ ടേസ്റ്റ് മീനായാലും ഇല്ല ഒരു സാധനത്തിന് അന്നത്തെ ടേസ്റ്റ് അതല്ല. മീന് അന്നത്തെ മത്തി കിട്ടിയിട്ട് കാലം കുറയും. നല്ലൊരു മത്തി കിട്ടിയിട്ട് കാലം കുറയും. ശരിയാ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് മീൻ വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്ത് അല്ല മത്തിക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് കേൾക്കാറ് മണം. അല്ല അതിന്റെ ഏട്ടൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ വീട് മൊത്തം ഏട്ടണമെന്നായിരിക്കും. ഇപ്പൊ ഏട്ട മേടിച്ച അടുക്കളയിൽ ഒരു മണം ഉണ്ടാവില്ല. അങ്ങനെ മീനും എല്ലാത്തിനും മായം ചേർന്നപ്പോ അല്ലല്ല എല്ലാവരും പറയുന്നൊരു കാര്യട്ടോ. ഇപ്പൊ എന്റെ കടലക്കറി കട്ടില്ല. ഈ കടലക്കറി ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അതിന്റെ ടേസ്റ്റ് അറിയില്ല കേട്ടോ. ഈ ഒരു ചാറിൽ പുട്ട് കുതിർത്തി കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഉണ്ട്. അത് വേറെ ടേസ്റ്റ് ആട്ടോ. അങ്ങനെ ഞങ്ങളുടെ കാത്തുമ്മ കാത്തുമ്മ ഉങ്ങായിരുന്നു അല്ല ഉന്നാ. കാത്തുമ്മ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോയ ഡ്രസ്സൊക്കെ മാറി കിടന്നോ. പക്ഷെ പറഞ്ഞിട്ടില്ല. ഇവിടെ നിന്നോ കാട്ടിപ്പിടി നിന്നോ അമ്മാമ്മയുടെ അപ്പാപ്പയുടെ അച്ഛൻ നിന്നോ. ഞാൻ പാപ്പേ ഈ കാത്തു നോക്കി കാത്തു അതെ Apa-apa nama itu pandai ya lo nya. Apa-apa nama itu pandai ya.
ഇന്നലെ എൻ്റെ കുട്ടി മുത്തപ്പനെ കണ്ടു വന്നിട്ടുണ്ട്. എൻ്റെ മുത്തപ്പനെ മലയാറ്റൂർ മുത്തപ്പൻ്റെ അടുത്തേക്ക് മലയാറ്റൂർ മുത്തപ്പൻ്റെ അടുത്ത് പൊന്നിൻ കുരിശു മുത്തപ്പ പൊൻമല കയറ്റം മാമനും മേമിയും കേൾക്കാത്തതിന് സ്വകാര്യത്തില് പറയട്ടാ. മാമനും മേമിയും കൊണ്ടുപോയി. എല്ലാവരും എനിക്ക് നടക്കാൻ പറ്റാത്തതാണ് ഞാൻ പോയില്ല. ഇടയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് അറിയണമാണ് ഞാൻ പോയപ്പോൾ ഞാൻ രണ്ടിലേക്ക് ഇങ്ങനെ റിസ്ക്കുള്ള സ്ഥലത്ത് കൊടുക്കുന്നോട് പറഞ്ഞിട്ട് എനിക്ക് സമ്മതം. അപ്പം അവരറിയാണ്ട് പോയി. അത് പോയാ പൊന്നിൻ കുരിശു മുത്തപ്പൻ്റെ കുരിശ് പോയവനെ അച്ചാച്ച് പോകുമ്പോൾ നോക്കുന്ന പിടിക്ക്. അമ്മ പുട്ടുണ്ടാക്കണ്ട പാപ്പേ. അപ്പ എങ്ങോട്ടാ പോണ്? മാമ ഇട്ടിട്ട് എന്റെ ടീം നോക്കാൻ വേണ്ടി പോയില്ല. ബായോ ബായോ അമ്മമ്മ നോക്ക. അമ്മയുടെ കുഞ്ഞിടെ അമ്മമ്മയുടെ പാട്ട് ഇഷ്ടമാണ്. കുട്ടിക്ക് പാട്ടില്ല. ഏത് പാട്ടാ അമ്മമ്മ പാടണമ്മേ? ചിന്തിരിപ്പെന്നെ ചിന്തിരിപ്പെന്നെ അമ്മമ്മ പെണ്ണെ ചിന്തിരിപ്പെന്നെ കുഞ്ഞി പെണ്ണെ ചിന്തിരിപ്പെന്നെ അമ്മമ്മ പെണ്ണെ അമ്മമ്മ പെണ്ണെ ചുണ്ടിരിപ്പെന്നെ ചുണ്ടിരിപ്പെന്നെ അച്ചാച്ച മോളെ അമ്മമ്മ മോളെ ചുണ്ടിരിപ്പെന്നല്ലേ ചുണ്ടിരിപ്പെന്നല്ലേ ചുണ്ടിരിപ്പെന്നല്ലേ. ബൈ ബൈ. എൻ്റെ മൂക്കുമുണ്ടായി സ്നേഹം കൊണ്ടാകുന്നു. എത്തി നോക്കണേ മുട്ട് 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 മുട്ടേ മുട്ടന്നെ മുട്ട് 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 മുട്ടേ മുട്ട് 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 മുട്ടേ വനെ ഇന്നത്തെ ദിവസം കുട്ടിയുടെ മൂട് ശരിയില്ല. ആളെ അമ്മയെ കാണാത്തതിൻ്റെ മൂട് ശരിയില്ലാത്ത